നമസ്കാരം, കോമഡി മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. താങ്ക് യു. എവിടെ നിന്ന് വരുന്നു? സ്ഥലം? ഞാൻ പത്തനംതിട്ട ജില്ല ആറന്മുളയ്ക്ക് അടുത്തുള്ള കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഇന്ന് എന്തൊക്കെയാ ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മുടെ പുന്നപ്ര പ്രശാന്ത് ചേട്ടൻ അയ്യപ്പ ബൈജുവിന്റെ ശബ്ദം. ഓക്കെ. വഴിയരികിൽ പതികനായി ചിരിച്ചു നിൽക്കും ബൈജു, അടിതെറ്റിയാൽ ഓടക്കുള്ളിൽ കിടന്നുറങ്ങും ബൈജു. അയ്യപ്പ ബൈജു, ആഹാ അയ്യപ്പ ബൈജു. വേണ്ടോ നോട്ട് പോയിന്റ്. അടിപൊളി അടിപൊളി. അപ്പോ അടുത്ത നമ്മുടെ ശിക്കാരി ശംഭു എന്ന സിനിമയിലെ നമ്മുടെ സലീം കുമാർ ചേട്ടന്റെ ശബ്ദം. ഓക്കെ. എന്തായാലും ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടെന്ന് അനുമോദിക്കപ്പെടുന്നതാണ്. ഒരു നാടിനെ മുഴുവൻ ഭീതിയുടെ മുൾമുന നിർത്തിയ ആ ഭീകരനെ ജീവനോടെ പിടികൂടിയ നിങ്ങൾ മിടുക്കന്മാരാണ്, മിടുമിടുക്കന്മാർ. ആ വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു സെൽഫി എടുക്കണം. ആ ഈ വേട്ടക്കാരെയൊന്നും എന്റെ ഭാര്യ മക്കളൊന്നും കണ്ടിട്ടില്ല. അടുത്ത് എൻ്റെ സ്വന്തം നാട്ടുകാരനായ പ്രിയപ്പെട്ട എൻ്റെ ഉല്ലാസ് ചേട്ടന്റെ ശബ്ദം ഒന്ന്. ഉല്ലാസ് പന്തളം. ഇത് അങ്ങനെ പറയണം. നീലട്ടാർപ്പായും കസേരയും കാണുമ്പോ കുറ്റി പറിച്ചങ്ങ് ഇറങ്ങിക്കോണം. ഇഡലി സാമ്പാറും കേട്ടാൽ എടാ നിനക്കൊക്കെ നാണമില്ലേ? ഇതൊക്കെ കടം മേടിച്ചുണ്ടാക്കുന്നൊരു ബോധം വേണ്ടോയോ? പോയി പ്ലിങ്ക്. സൂപ്പർ. ഭയങ്കര ഹാപ്പി. ഉല്ലാസ് ചേട്ടനെ ആദ്യമായിട്ടാണ് ഒരാൾ കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. നമ്മുടെ ഉല്ലാസ് ചേട്ടൻ ഇപ്പൊ പോയോ? ഇവിടെ എവിടെയെങ്കിലും കാണുവേ? ഉല്ലാസ് ചേട്ടാ ഒന്ന് വരുവോ? ഇത് കേട്ടോ? ഏ ഓടിവായോ. ഞങ്ങൾ എന്നും എപ്പോഴും കേൾക്കുന്ന ശബ്ദം, കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ കേട്ട് കഴിഞ്ഞ ശബ്ദം, ആ ലാസ്റ്റ് പോയി ബ്ലിങ്ക്. അതൊന്നും ഉല്ലാസേട്ടൻ പറയോ? ഉല്ലാസേട്ടാ പ്ലീസ് പോയി ബ്ലിങ്ക്. എന്റെ വീടിനടുത്താണ് നീലിന്റെ വീട്. ഒരു കാറ്റടിച്ചതാണോ ഉല്ലാസേട്ടന്റെ? എനിക്ക് വയ്യ, ഇങ്ങനെ അങ്ങോട്ട് കോമഡി പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. എന്നെ പ്രോത്സാഹിപ്പിക്കണ്ടേ? കോമഡിയുടെ അന്ധകരണം എന്നൊക്കെ പറയുന്നത് അതാണോ ഉല്ലാസക്കാറ്റല്ലേ? അതെ, ഉല്ലാസക്കാറ്റ്. അപ്പൊ ചേട്ടാ, നമ്മുടെ ഈ ഫ്ലോറിൽ ഈ ചേട്ടന്റെ ശബ്ദം കേട്ടപ്പോ ഒരു സുഖമില്ലേ ഉള്ളിന്റെ ഉള്ളിൽ? അല്ല, അവരോട് ചോദിച്ചേ. അല്ല, എനിക്ക് വളരെ സന്തോഷം തോന്നിയെന്നറിയോ? മിമിക്രി ആർട്ടിസ്റ്റുകളായി മാറുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചിട്ടാണ്. സിനിമയിലൊക്കെ എത്തിപ്പെട്ട് വലിയ താരമാകുന്നതിന് മുമ്പ് തന്നെ ഈ ജനങ്ങളുടെ മനസ്സിൽ ഒന്നാമത്തെ എന്താ പറയുക, ഇവരുടെയൊക്കെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുന്നപ്ര പ്രശാന്ത് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഉല്ലാസ് പന്തളം എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്ത് നമ്മളത് ചെയ്യുമ്പോൾ ഓഡിയൻസ് കൈയടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജനങ്ങളുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും. അപ്പൊ അതിന് കിട്ടുന്നൊരു അംഗീകാരം ഭീകരമാണ് നമുക്ക്. അത് ഒരുപാട് സന്തോഷം. ഉല്ലാസേട്ടൻ ഹാപ്പി അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ ഇനി താരവിളയാട്ടം കണ്ടിന്യൂ ചെയ്യാണ്. ഉല്ലാസേട്ടന്റെ പ്രസൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഉല്ലാസേട്ടൻ ഇവിടെ വേണം എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാണ്. അപ്പൊ താങ്ക് യു ഉല്ലാസേട്ടാ, താങ്ക് യു സോ മച്ച്. എന്റെ വിളയാട്ടം കഴിഞ്ഞെങ്കിൽ അതെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം. ഉല്ലാസേട്ടനെ കഴിഞ്ഞു, ഇനി അടുത്ത ആരാണ്? നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഈ വേദിയിൽ വന്നാൽ എങ്ങനെ? കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി ഒരു പാട്ടുമുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഒരു പാട്ടും പാടും. ശരി, ഓക്കെ, റെഡി. അതായത് കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഈ വേദിയിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഞാനൊരു പാട്ട് പാടാം. കാന്ത കാതോർത്തു നിൽപ്പു ഞാൻ വരാത്തതെന്ത് കാന്ത, ഇമ്പമുള്ള തേൻമൊഴി നീ എന്ത് തരുന്നതില്ല കിം 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 കിം. എൻ്റെ അമ്മേ, ഇത്ര അർത്ഥവത്തായ വരികളുള്ള ഒരു പാട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ. ഇത്രയും നമ്മൾ എന്റർടൈൻ ചെയ്തു, ഒരുപാട് ശബ്ദങ്ങൾ നമ്മൾ കേട്ടു. പക്ഷെ ഇനി താരവിളയാട്ടത്തിൽ ഒരു താരത്തിരുമറി. ഓക്കെ, അറിയാതിരിക്കുമല്ലോ അല്ലെ? ഇപ്പൊ തന്നെ സെഗ്മെന്റ് എന്താണെന്ന് അറിയാമായിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഒരു വോയിസ് ഓവർ കേൾക്കാം. അത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും. ഓക്കെ? യെസ്. ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടൽ, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലെത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞ് അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീന്റെ വാക്ക ഏറ്റവും വലിയ സത്യം. ഈ
ഡയലോഗ് നമ്മുടെ മധു സർ പറഞ്ഞാൽ എങ്ങനെ? അയ്യോ അതൊരു അല്ല, മധു സാറിന്റെ ശബ്ദം അറിയായിരിക്കുമല്ലോ അല്ലെ? നോക്കാം നമുക്കൊന്ന് അറിയാം. നോക്കാം. ഓക്കെ, ശരി. അപ്പൊ ഡൺ. ദേ ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടലാണ്. അതിനി എത്ര കടവത്ത് ഏത് പട്ടികമോ നിർത്തിയാലും ഇരവിഴിഞ്ഞ് പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരവിഴിഞ്ഞ് അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. ഇത് മൊയ്തീന്റെ വാക്കാടാ, വാക്കാണ് ഏറ്റവും വലിയ സത്യം. ആഹാ, സൂപ്പർ. അപ്പൊ ഒരു അൺഎക്സ്പെക്ടഡ് താര തിരുമറിയും സൂപ്പർ ആയിട്ട് ചെയ്തിരിക്കണം കേട്ടോ. Thank you. നമുക്ക് ചോദിക്കട്ടെ ഞാൻ അവരോട്, ഓക്കെ അവർ എൻജോയ് ചെയ്തോന്ന്. ഓക്കെ. അപ്പോ നതുക്ക ഇപ്പോൾ ചെയ്ത ശബ്ദങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക കൃത്യമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള ശബ്ദങ്ങളായിരുന്നു എല്ലാം. ഒരുപാട് വാരി വലിച്ച് ചെയ്യാണ്ട് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് മാറ്റി കുറേ താരങ്ങളെ കേൾക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു അക്ക. ചേട്ടാ നിഖിലേ സൂപ്പറായിരുന്നു. താങ്ക് യു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഒരു കാലത്ത് ടി വിയിലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്കിറ്റുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നവര് എന്തായാലും നാളെ സിനിമയിലും അതുപോലെ തന്നെ വരാനും അത്തരത്തിൽ ഉയർന്നു വരുന്ന കലാകാരന്മാർ തന്നെ ആയിരിക്കും. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ തുടക്കം തൊട്ടേ അവരെ അനുകരിക്കുന്ന ഒരാളെന്നുള്ളൊരു ഖ്യാതി ഒന്ന്. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് എല്ലാവരും ഒന്നും ഇവരെ ഒന്നും അനുകരിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഫീലായിരിക്കും ഓഡിയൻസിന് ഉണ്ടാകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഹൈലൈറ്റ്സ് ഉള്ള ഒരു കലാകാരനായി നിഖിൽ മാറട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ജസ്മിത. നിഖിലേ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഞാനിപ്പം കോമഡി മാസ്റ്റേഴ്സിൽ വന്നിട്ട് എനിക്കിവിടെ കാണുന്നൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് ടാലന്റുള്ള ആർട്ടിസ്റ്റുകളെ കണ്ടു. മിമിക്രിയിൽ തന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രത്യേകത തന്നെ മൾട്ടി ടാലന്റ് ആർട്ടിസ്റ്റുകളാണ് കൂടുതലും വന്നത്. അത് കാണാൻ തന്നെ ഒരു ഭാഗ്യം കിട്ടാന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.